കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അർജുനെ കൗശിക് തീ നിറഞ്ഞ കിണറ്റിൽ തൂക്കിയിടുന്നതായിട്ടാണ്. എന്നിട്ട് ദൂരെ മാറി നിന്ന് ചിരിക്കുകയായിരുന്നു. ഇനി തുടർന്ന് കാണാം. ഓഹോ, ഇത് കൗശികിന്റെ പണിയായിരുന്നോ? ഇന്നത്തോടെ നിന്റെ കഥ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. കൗശിക് കയറിലെ പിടിവിടാൻ തുടങ്ങുകയായിരുന്നു. അർജുൻ കിണറിനകത്തേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്തു. വേണ്ട വേണ്ട. കൗശിക് ചിരിച്ചുകൊണ്ട് വീണ്ടും ആ കയർ മുകളിലേക്ക് വലിച്ചെടുത്തു. നീ ശിവാനിയെ കൊല്ലാതെ എന്നെ ശരിക്കും പറ്റിച്ചു കളഞ്ഞു. അതിനുള്ള ശിക്ഷ നിനക്ക് ഉറപ്പായും കിട്ടിയേ തീരൂ. കാരണം നീ ഒരു വിശ്വാസവഞ്ചകനാണ്. കൗശിക് ദേഷ്യം വന്നിട്ട് അർജുനെ ആ കിണറ്റിനകത്തേക്ക് എറിയുന്നു. അതിൽ അർജുൻ തീയിൽപ്പെട്ട് മരണമടഞ്ഞു. ശിവാനിയുടെ മനസ്സിനെ പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവളുടെ ശക്തി ഉപയോഗിച്ച് നോക്കുമ്പോൾ കാണുന്നത് കൗശിക് അർജുനെ മരണക്കിണറിലേക്ക് വലിച്ചെറിയുന്നതാണ്. ശിവാനി ഉടനെ ഓടി അഞ്ജലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അഞ്ജലി, കൗശിക് അർജുനെ കൊന്നുകളഞ്ഞു. എന്ത്? അതെ, അവനെ തീക്കിണറിലേക്ക് എടുത്തെറിഞ്ഞു. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള അർജുനെ കൗശികിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തണം. അതെ, കരുണാന്റിയോടും നമുക്കെന്തെങ്കിലും ഉത്തരം പറയേണ്ടതല്ലേ? അഞ്ജലിയും ശിവാനിയും കൗശികിന്റെ അടുത്തേക്ക് പുറപ്പെട്ടതായിരുന്നു. പെട്ടെന്ന് അവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് മയൂരി കടന്നു വന്ന് നിൽക്കാൻ തുടങ്ങി. ശിവാനിയും അഞ്ജലിയും പരസ്പരം നോക്കി. വരൂ, നമുക്കിന്ന് മയൂരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അഞ്ജലിയും ശിവാനിയും വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതല്ല. പിന്നെ വണ്ടിയുടെ മുന്നിൽ ചാവാൻ വേണ്ടി വന്നതാണോ? ഞാൻ കൗശിക്കിനെ ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. ശിവാനി, നീ ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇത് കൗശിക്കിന്റെ അടുത്ത തന്ത്രമാണെന്ന് തോന്നുന്നു. അവൻ നമ്മളെയും ചതിയിൽപ്പെടുത്തി കൊല്ലാൻ നോക്കുകയാണ്. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഇനി ഞാൻ അവന് വേണ്ടി ഒന്നും ചെയ്യില്ല. അതെയോ? പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അത് ഞങ്ങളോട് പറയാമോ? എല്ലാത്തിനും കാരണം പുതുതായി വന്ന ആ ഏക്തയാണ്. ഏക്തയോ? മയൂരിയും അഞ്ജലിയുടെയും ശിവാനിയുടെയും കൂടെ പുറപ്പെടുന്നു. ശരിക്കുള്ള അർജുൻ എവിടെയാണെന്ന് എനിക്കറിയാം. കാരണം അവനെ ഒളിപ്പിച്ചിരിക്കുന്നത് ഞാനാണ്. നീ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കൂട്ടിയിട്ട് പോ. മയൂരിയും ശിവാനിയും അഞ്ജലിയും 3 പേരും അർജുനെ അന്വേഷിച്ച് യാത്രയായി. അതേ സമയത്ത് മയൂരിയെ നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. എന്നാൽ ആ മയൂരി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ അവനെപ്പറ്റി ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. കാരണം അപമാനപ്പെട്ടവർ പകരം വീട്ടാതെ ഒരിക്കലും പോകില്ല. നമ്മൾ കുറച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണ് നല്ലത്. മയൂരിക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല. കൗശികിനെ എതിരിടാൻ അവൾ തുനിയില്ല. അതെ, അത് സത്യമാണെന്ന് തോന്നുന്നു. നമ്മളെ എതിർത്താൽ എന്ത് നടക്കുമെന്ന് ആ മയൂരിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് അവൾ ഒരിക്കലും ചെയ്യില്ല. അതേസമയം മയൂരി ശിവാനിയെയും അഞ്ജലിയെയും ഒരു ഗുഹയുടെ പുറത്തെത്തിച്ച് അവിടെ നിർത്തി. നീ ഇവിടേക്ക് എന്തിനാണ് വിളിച്ചോണ്ട് വന്നത്? അർജുനെ ഞാൻ ഇവിടെയാണ് അടച്ചിട്ടിരുന്നത്. ആലോചിക്കാൻ തുടങ്ങി. നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം ശിവാനി. വർഷങ്ങളോളം ഞാൻ തപസ് അനുഷ്ഠിക്കും. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. എന്റെ ശാപത്തിൽ നിന്ന് നീ എനിക്ക് മോക്ഷം നേടിത്തരും. അതുപോലെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. 7 ജന്മങ്ങളോളം ഞാൻ നിങ്ങളെ കാത്തിരിക്കും നാഗേഷ്. നിന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ. വരൂ ശിവാനി, നമുക്കകത്തു പോയി അർജുനെ വിളിച്ചോണ്ട് വരാം. ശരി, പോകാം. മയൂരിയും ശിവാനിയും അഞ്ജലിയും 3 പേരും ഉള്ളിലേക്ക് പോകുന്നു. മയൂരി പോയി ഒരു മരത്തിന്റെ പെട്ടി എടുത്തുകൊണ്ട് വരുന്നു. ഈ പെട്ടിക്കുള്ളിൽ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിക്കകത്താണ് ഞാൻ അർജുനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അഞ്ജലി ഉടനെ തന്നെ ആ ബോക്സ് തുറന്നു. എന്നിട്ട് അതിൽ നിന്ന് ആ ബോട്ടിൽ പുറത്തെടുത്തു. എന്നാൽ അതിനകത്ത് ഒന്നുമുണ്ടായിരുന്നില്ല. മയൂരി, നീ ഞങ്ങളെ ശരിക്കും പറ്റിച്ചു. വീണ്ടും നീ പഴയ സ്വഭാവം എടുക്കുകയാണോ? ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. വേണ്ട അഞ്ജലി, അതിന് മയൂരിയെ കുറ്റപ്പെടുത്തണ്ട. എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിനകത്ത് മയൂരിയുടെ ഒരു തെറ്റുമില്ലെന്നാണ്. അപ്പോൾ അർജുൻ എവിടെ? ആ കൗശിക് ഭയങ്കര തന്ത്രക്കാരനാണ്. അവൻ നമ്മൾ വരുന്നത് മനസ്സിലാക്കി അർജുനെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ശരി, അവനെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ മയൂരി? എനിക്കറിയാം. ഇനി നീ എന്റെ കൂടെ വരൂ. ശിവാനി മുന്നിൽ തന്നെ നടക്കാൻ തുടങ്ങി. മയൂരിയും അഞ്ജലിയുമാകട്ടെ അവളുടെ പുറകെ തന്നെയുണ്ട്. കരുണയും പീഹുവും മുറിയിലിരിക്കുകയായിരുന്നു. അവർ സംസാരിക്കുകയാണ്. ഇത്ര നേരായിട്ട് അർജുൻ വന്നില്ല. ഈ അഞ്ജലിയും ശിവാനി ഇതെവിടെ പോയി? എല്ലാവരും കടയിൽ പോയിരിക്കുകയാണ്. മാർക്കറ്റിൽ പോയിട്ട് വളരെയധികം നേരമായി. ഈ സമയത്തിനുള്ളിൽ അവർ എത്തേണ്ടതാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. വിഷമിച്ചാൽ നിങ്ങളുടെ BP കൂടുമെന്നറിയില്ലേ? അവർ വന്നോളും കേട്ടോ.
ശിവാനി ഒരു പാറക്കല്ലിനടുത്ത് പോയി അവിടെ നിൽക്കാൻ തുടങ്ങി. ഇവിടെ എന്തിനാണ് വിളിച്ചോണ്ട് വന്നത്? എനിക്കിവിടെ ഒരു പാമ്പുള്ളതായി തോന്നുന്നു. തീർച്ചയായും അർജുൻ ഇവിടെ കാണും. അർജുൻ ഇവിടെ തന്നെയുണ്ട്. ശിവാനി ഒരു വലിയ കരിങ്കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റി. അതിന് കീഴെയായി ഒരു ഗുഹ കാണാനുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ഇവിടെ ഒന്നുമുള്ളതായി തോന്നുന്നില്ലല്ലോ. ശിവാനി തന്റെ കണ്ണുകളിൽ നിന്ന് ഒരു വെളിച്ചം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ അവിടെയുള്ളൊരു കല്ല് പൊട്ടിപ്പോയി. അതിനകത്ത് ഒരു ബോട്ടിലുണ്ടായിരുന്നു. അതെ, അർജുൻ ഇതിനുള്ളിൽ തന്നെയുണ്ട്. അഭിനന്ദനങ്ങൾ ശിവാനി, നമുക്ക് അർജുനെ കിട്ടിക്കഴിഞ്ഞു. ശിവാനി, ആ കുപ്പി എടുത്തുടച്ചിട്ട് അർജുനെ രക്ഷിക്കാൻ നോക്ക്. ശിവാനി തന്റെ കണ്ണിൽ നിന്ന് വീണ്ടും ആ വെളിച്ചം പുറപ്പെടുവിച്ചു. എന്നാൽ ഇപ്രാവശ്യം ആ വെളിച്ചം ആ ബോട്ടിലിന് മേലെ ഏൽക്കാതെ ഒരു നാഗിനിയുടെ മേലാണ് പതിച്ചത്. ആ നാഗിനി മറ്റാരുമല്ലായിരുന്നു, അത് ഏക്തയായിരുന്നു. 3 പേരും ഏക്തയെ നോക്കാൻ തുടങ്ങി. അത്രയും പെട്ടെന്ന് അർജുനെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അന്ന് നീ ആ കൗശിക് കാരണം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. മയൂരി ഏക്തയുമായി പോരാടുന്നു. 2 പേരും പരസ്പരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ശിവാനി തന്റെ ശക്തി ഉപയോഗിച്ച് ആ സ്ഥലത്തെ ബന്ധിച്ചു വെക്കുന്നു. അതുമൂലം കൗശിക്കിന് അവിടെ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയാതെയാകുന്നു. എന്റെ ഈ കണ്ണാടിയിൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അതിനർത്ഥം എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോഴേക്കും മയൂരിയും ഏക്തയും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ അഞ്ജലിയും ചേരുന്നു. അവർ ഏക്തയെ നന്നായി ഉപദ്രവിച്ചു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൗശിക് ഓടിയെത്തുകയുണ്ടായി. കൗശിക് തന്റെ ശക്തി ഉപയോഗിച്ച് മയൂരിയെയും അഞ്ജലിയെയും പിരിച്ചു കളയുന്നു. എന്നിട്ടുറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ വിഷനാഗിനി സ്വയം നശിക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ വന്നത്? എന്താണെങ്കിലും ഇന്ന് തീരുമാനാവട്ടെ കൗശിക്. നാഗമാണിക്യത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടത്. ഇല്ലെങ്കിൽ പണ്ടേ നിന്നെ ഞാൻ കൊന്നേനെ. അഞ്ജലി, കൗശിക്കിന് അവന്റെ സ്ഥാനം കാണിച്ചു കൊടുക്ക്. അങ്ങനെയോ? അഞ്ജലി എന്നെ എതിർക്കാൻ മാത്രമുള്ള ആളായി മാറിയോ? നീ ഒരു കാര്യം മറന്നുപോയി ശിവാനി. ആ അഞ്ജലിയെ ഒരു മായശക്തി കൊണ്ട് നിർമ്മിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അവൾക്ക് എന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, മനസ്സിലായോ? അഞ്ജലി ചെന്ന് കൗശിക്കിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതൊന്നും തന്നെ കൗശിക്കിനെ ഏൽക്കുന്നതേയില്ല. അത് കണ്ടിട്ട് കൗശിക് ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഒത്തിരി അങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര നാൾ നീ രക്ഷപ്പെടും? ശിവാനി കൗശിക്കിന് മുകളിലേക്ക് തീഗോളം അയച്ചു. എന്നാൽ കൗശിക് അതിനെ ഊതിക്കൊണ്ട് വെറും പുകയാക്കി മാറ്റുന്നു. കൗശിക് ഒരു കുന്തമെടുത്ത് ശിവാനിയുടെ മേലെ എറിയുന്നു. എന്നാൽ ശിവാനി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അപ്പോൾ ഏക്തയും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് മയൂരിയെ ബന്ധിച്ചു വെച്ചു. അഞ്ജലിയും ഏക്തയും പരസ്പരം പോരാടാൻ തുടങ്ങി. അപ്പോൾ കൗശിക് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. കൗശിക് ഇതെവിടെ പോയി? നേരിടാൻ ധൈര്യമില്ലാതായപ്പോ അപ്രത്യക്ഷനായോ? കൗശിക് എത്ര മണ്ടനാണെന്ന് വിചാരിച്ചോ നീ? നിന്നെ കൊല്ലാനുള്ള ഏർപ്പാടിലാണവൻ. അല്പനിമിഷത്തിൽ മനസ്സിലാവും മരണം ആരുടേതാണെന്ന്. അഞ്ജലിയും മയൂരിയും ഏക്തയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ശിവാനി ഒരു കത്തിയുമായി കടന്നുവന്ന് ഏക്തയുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി. എന്നിട്ട് 2ാമത്തെ കത്തി വെച്ച് ഏക്തയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. ഏക്ത മരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അർജുനെ രക്ഷപ്പെടുത്താം. നമുക്ക് കുപ്പി ഇവിടുന്ന് എടുക്കാം ആദ്യം, എന്നിട്ട് പുറത്തു പോകാം. കൗശിക് അടുത്ത തന്ത്രവും കൊണ്ട് വരുന്നതിന് മുമ്പ് കടക്കുന്നതാണ് നല്ലത്. അതെ, അത് ശരിയാണ്. നമുക്ക് അർജുനെ വീട്ടിൽ കൊണ്ടേ പുറത്തിറക്കാം. ആ ബോട്ടിൽ മയൂരി തന്റെ കയ്യിലെടുക്കുന്നു. എന്നിട്ട് 3 പേരും യാത്ര തുടങ്ങി. മയൂരിയുടെ കയ്യിൽ നിന്നും ആ ബോട്ടിൽ തെന്നി താഴെ വീഴുന്നു. ശിവാനിയും അഞ്ജലിയും മയൂരിയെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. കഥ വീണ്ടും തുടരും.